യുവാക്കളായിട്ടുള്ള ആൾക്കാർക്ക് പോലും കമന്റ് ഇട്ട എല്ലാവരുടെ പേരിലും ഇന്നലെ അർച്ചന ചെയ്തിട്ടുണ്ട്. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ നാരായണ. ആരോഗ്യപരമായ ക്ലേശങ്ങൾ, മാനസികമായ അകാരണമായ ദുഃഖങ്ങൾ, അപകടങ്ങൾ, അശ്രദ്ധ കൊണ്ട് ധാരാളം വിധത്തിൽ സാമ്പത്തികമായി വൻപിച്ച ആദായം വർദ്ധിക്കും. അതോടൊപ്പം അപ്രതീക്ഷിതമായ കണ്ടകശനി ദോഷം വളരെ ഗുരുതരമായി അവർക്ക് സംഭവിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ ജീവിതാദി ക്ലേശങ്ങൾ വിട്ടുമാറുകയും സാമ്പത്തികമായ പുരോഗതി കർമ്മമേഖലയിലും മറ്റും നിങ്ങൾക്ക് ഏതാണ്ട് 300ഓളം ആൾക്കാർ അതിൽ പേരുന്നാളും അർച്ചനയ്ക്കായിക്കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ വീഡിയോകളിൽ നിങ്ങൾക്കും അതിൽ കമന്റ് ചെയ്യാവുന്നതാണ്. താഴെ. നമസ്കാരം, ശ്രീനാഥ് നമ്പൂതിരിയാണ്. ശനിയുടെ ദോഷഫലങ്ങളിൽ നിന്നും മാറ്റം വരുന്ന കുറച്ച് നക്ഷത്രക്കാരെ കുറിച്ചിട്ടാണ് ഈ പറയുന്നത്. ജനിച്ച സമയത്തുള്ള ആ ഒരു ജനന സമയത്തെ ആധാരമാക്കിയിട്ടുള്ള ലഗ്നത്തെ വെച്ചിട്ടാണ് നമ്മൾ ജാതകത്തെ ചിന്തിക്കുക. എങ്കിൽ മറിച്ചിട്ട് നമ്മൾ ഈ ഒരു ചന്ദ്രചാരവശാലുള്ള ഫലത്തിൽ ശനിയുടെ രാശിയിലേക്ക്, ശനി നിൽക്കുന്ന രാശിയിലേക്ക് വ്യാഴത്തിന്റെ ഒരു ശുഭദൃഷ്ടി വരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഉച്ചസ്ഥിതനായ വ്യാഴം തൻ്റെ ദൃഷ്ടിയിലൂടെ പൂർണ്ണ ഫലത്തെ നൽകും എന്നുള്ളതും നമ്മൾ അറിയാവുന്നതാണ്. അങ്ങനെയെങ്കിൽ ശനി നിൽക്കുന്ന 9ാമത്തെ രാശിയിലേക്ക് വ്യാഴത്തിന്റെ ഒരു പൂർണ്ണ ദൃഷ്ടി വരുന്നത് കൊണ്ട് തന്നെ ശനിയിൽ നിന്നും അനുഭവിക്കുന്ന ദോഷഫലങ്ങൾ, അതായത് ജന്മശനി, കണ്ടകശനി, ഏഴര ശനി, അഷ്ടമശനി തുടങ്ങിയതായ ദോഷങ്ങൾ ഇത്തരത്തിൽ അനുഭവിക്കുന്ന നക്ഷത്രക്കാരെ സംബന്ധിച്ച് വലിയൊരു മാറ്റമാണ് വരാൻ വേണ്ടി പോകുന്നത്. ഏതാണ്ട് ഒരു രാജയോഗത്തിന് സമമായിട്ടുള്ള ഒരു ജീവിതാവസ്ഥയാണ് അവർക്ക് വരിക. ജീവിതത്തിലുള്ള ക്ലേശകാര്യങ്ങൾ, അതോടൊപ്പം തന്നെ മാനസികമായ ദുരിതങ്ങൾ, സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ, വിവാഹ തടസ്സം, അതോടൊപ്പം തന്നെ വിവാഹാദി കാര്യങ്ങളിലുള്ള ക്ലേശങ്ങൾ അവരെ അലട്ടുന്നുണ്ട്. അതോടൊപ്പം തന്നെ വാഹനാദി വിഷയങ്ങളിലും സർവ്വകാര്യങ്ങളിലും തടസ്സം വരുന്ന ഒരു ദോഷമാണ് ശനി എന്നുള്ളത് നമുക്കറിയാം. ഏതാണ്ട് ലോകത്തിൽ ഏകദേശം 70% ആൾക്കാർക്ക് ഒരു കാലഘട്ടത്തിൽ ശനിയുടെ ദോഷം അനുഭവിക്കുന്നു എന്നും നമുക്ക് ജാതകത്തിലുള്ള അവസ്ഥയെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാവുന്നതാണ്. അങ്ങനെയെങ്കിൽ ഈ ഒരു വ്യാഴത്തിന്റെ ഉച്ചദൃഷ്ടിയിൽ നിന്നും ശനിദോഷം കുറഞ്ഞു വരുന്ന ഏതാണ്ട് ഒരു വർഷ കാലഘട്ടത്തോളാണ് ഇനി ആ ശനിയുടെ രാശിയിൽ അവിടെ സ്ഥിതി ചെയ്യുന്നത്. മീനൻ രാശിയിലുള്ള ശനിയെ ദൃഷ്ടി ചെയ്യുന്ന വ്യാഴം ഈ ജൂലൈ 27 മുതൽ വക്രസഞ്ചാരം ആരംഭിക്കുന്ന ശനിക്കാണ് അത് ഏറ്റവും കൂടുതൽ അനുകൂലത്തിലേക്ക് വരിക. അത്തരത്തിൽ ഈ ഒരു കാലഘട്ടം രാജയോഗ സമമായി ചേർത്തുകൊണ്ട് നമുക്ക് ഇനി പറയുന്ന നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ അനുകൂലത്തെ ചേർത്ത് വെക്കാൻ സാധിക്കണം. ആദ്യം തന്നെ അതിൽ പെടുന്ന ആൾക്കാർ ശനി 12ാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ നഷ്ടവിഷയങ്ങളും അതോടൊപ്പം തന്നെ അപവാദങ്ങളും ക്ലേശങ്ങളും അനുഭവിക്കുന്ന മേടക്കൂറുകാർക്ക് വലിയൊരു സമാധാനമാണ് ഉണ്ടാവാൻ വേണ്ടി പോകുന്നത്. ഒന്നാമത് ശനിയിൽ നിന്നും ഉണ്ടാവുന്ന മാനസികമായ ഭയം മാറിയിട്ടും സാമ്പത്തികമായ പുരോഗതിയും അവരുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ വേണ്ടി പോകുന്ന ഒരു കാലഘട്ടമാണ്. മേടക്കൂറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തികക്കാരടങ്ങുന്ന ആൾക്കാരെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിൽ വിവാഹാദി ക്ലേശങ്ങൾക്കുള്ള തടസ്സങ്ങൾ വിട്ടുമാറും. അതോടൊപ്പം തന്നെ അവരുടെ ജീവിതത്തിൽ പൂർവികമായ സ്വത്തുവകകളും കർമ്മമേഖലയിൽ ഉന്മേഷത്തോടുകൂടി നീങ്ങാനൊക്കെ അവർക്ക് സാധിക്കുന്ന ഒരു കാലഘട്ടമാണ് മേടക്കൂറുകാരെ സംബന്ധിച്ച്. പിന്നീട് ഈ ഒരു ഭാഗ്യയോഗം വരിക എന്നുള്ളത് മീനക്കൂറുകാരെ സംബന്ധിച്ച് കണ്ടകശനി ദോഷം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. 10ാം ഭാവത്തിലുള്ള ഈ ശനിയുടെ ദോഷം വളരെയധികം മാറ്റം വരാൻ വേണ്ടി പോകുകയാണ്. കർമ്മമേഖലയിലുള്ള തടസ്സം വളരെ മുഖ്യമാണ്. കുട്ടികളെ സംബന്ധിച്ച് വിദ്യാഭ്യാസ കാര്യത്തിൽ പോലും ക്ലേശങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാരാണ് മിഥുനക്കൂറിൽ പെട്ടിട്ടുള്ളവർ. വിദേശ യാത്രകൾക്കുള്ള ക്ലേശം, ദാമ്പത്യ ജീവിതത്തിലുള്ള പരാജയങ്ങൾ, അതോടൊപ്പം തന്നെ പ്രണയ ജീവിതത്തിലുള്ള മനോവിഷമം, ഇതൊക്കെയാണ് മിഥുനക്കൂറുകാർ ഏറ്റവും കൂടുതൽ അവരെ അലട്ടുന്നത്. അങ്ങനെയെങ്കിൽ അതിൽ നിന്നൊക്കെ മാറ്റം വരാൻ വേണ്ടി പോകുകയാണ്. അതോടൊപ്പം തന്നെ വാഹനാദി ക്ലേശങ്ങൾ വിട്ടുമാറുകയും സാമ്പത്തികമായ പുരോഗതി കർമ്മമേഖലയിലും മറ്റും നിങ്ങൾക്ക് വന്നു ചേരുന്നതിന്, പ്രത്യേകിച്ച് ബിസിനസ് പോലുള്ളവർക്ക് ദൂരദേശ യാത്രകൾ, വൻകിട നിക്ഷേപങ്ങളുമായി നീങ്ങുന്ന ആൾക്കാരെ സംബന്ധിച്ച് അവർക്കൊക്കെ വളരെയധികം മാറ്റങ്ങൾ വരാൻ വേണ്ടി പോകുകയാണ്. ഈ ഒരു കാലഘട്ടം വ്യാഴത്തിന്റെ ഈ ഒരു കർക്കിടക രാശിയിലെ സ്ഥിതിയിൽ നിന്നും ഇവർക്കുള്ള അനുകൂലമാണ്. അങ്ങനെയെങ്കിൽ പിന്നീട് ആ ഒരു ഭാഗ്യത്തെ അനുഭവിക്കാൻ വേണ്ടി പോകുന്നത് ചിങ്ങക്കൂറിൽ പെട്ടിട്ടുള്ള അഷ്ടമശനി ദോഷം അനുഭവിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിട്ടാണ്. മകം, പൂരം, ഉത്രത്തിന്റെ ആദ്യപാദങ്ങളാണല്ലോ ചിങ്ങക്കൂർ. ആ ചിങ്ങക്കൂറിൽ പെട്ടിട്ടുള്ളവരെ സംബന്ധിച്ച് അഷ്ടമശനി കൊണ്ടുണ്ടാവുന്ന എല്ലാ കഷ്ടതകളും നമുക്കറിയാം. ആരോഗ്യപരമായ ക്ലേശങ്ങൾ, മാനസികമായ അകാരണമായ ദുഃഖങ്ങൾ, അപകടങ്ങൾ, അശ്രദ്ധ കൊണ്ട് ധാരാളം വന്നു ചേരുക, കുടുംബത്തിൽ അകാരണമായ കലഹം ഉണ്ടാവുക, പരസ്പര വിശ്വാസം ഇല്ലാണ്ടാവുക, പരസ്പരം സ്നേഹിച്ചിരുന്നവര് പിരിഞ്ഞു പോകേണ്ടുന്ന അവസ്ഥ, ഇതൊക്കെയാണ് ഈ ഒരു കാലഘട്ടത്തിൽ അഷ്ടമശനി ഈ ഒരു ചിങ്ങക്കൂറുകാർക്ക് പ്രദാനം ചെയ്യുന്നത്. അത്തരത്തിലുള്ള ദോഷങ്ങൾ വളരെയധികം മാറുന്നതാണ്. ജീവിതത്തിൽ അതിൻ്റെ മാറ്റങ്ങൾ തുടങ്ങുന്നതാണ്.
ഈ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് വളരെയധികം ശനീശ്വരനെ ഭജിക്കാൻ സാധിക്കുന്നതാണ്. ശനി ക്ഷേത്ര ദർശനം ചെയ്യുന്നതും നീരാഞ്ജനം നടത്തുന്നതും ശനി കവചം എന്നുള്ള മഹാമന്ത്രത്തെ ധരിക്കുന്നത് വളരെയധികം നല്ലതാണ്. അതോടൊപ്പം തന്നെ 12ാം ഇടത്ത് സഞ്ചരിക്കുന്ന ഈ വ്യാഴത്തിന്റെ ദൃഷ്ടി കൊണ്ടുള്ള അനുകൂലത്തെ നിങ്ങൾക്ക് പൂർണ്ണമായി ചേർക്കാൻ നാരായണ കവചം ധരിക്കുന്നതും അതോടൊപ്പം ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ നാരായണായ എന്നുള്ള മഹാമന്ത്രത്തെ നിത്യം ഉരുവിടുന്നതും ഈ ഒരു ചിങ്ങക്കൂറുകാർക്ക് വളരെയധികം മനസമാധാനവും ഇതിൻ്റെ ദോഷത്തിൽ നിന്നുള്ള പാർശ്വഫലങ്ങൾ കുറയുന്നതിനും കാരണമായിട്ട് വരാം. പിന്നീട് ഈ ഒരു ദോഷങ്ങൾ അനുഭവിക്കുന്ന കന്നിക്കൂറുകാർക്കാണ് 7.5 ശനി ദോഷം വിട്ടുമാറുന്ന ഒരു കാലഘട്ടം. ഏതാണ്ട് ഒരു വർഷത്തിലധികമായി നീണ്ടു നിൽക്കുന്ന ഈ മനക്ലേശങ്ങളും ആരോഗ്യക്ലേശങ്ങളാണ് അവർക്ക് വിട്ടുമാറാൻ വേണ്ടി പോകുന്നത്. പ്രത്യേകിച്ച് ഈ രോഗകാരകനായ ശനി 7ാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ മധ്യവയസ്സിന് മുകളിലോട്ടും യുവാക്കളായിട്ടുള്ള ആൾക്കാർക്ക് പോലും കന്നിക്കൂറുകാർക്ക് അസുഖങ്ങൾ ധാരാളം കണ്ടുവരുന്നുണ്ട്. അത്തരത്തിലുള്ള അസുഖങ്ങളൊക്കെ വിട്ടുമാറുന്ന ഒരു കാലഘട്ടമാണ്. അതോടൊപ്പം വിദ്യാർത്ഥികൾക്ക് വളരെയധികം പുരോഗതി ഉണ്ടാവും, അവരുടെ കാര്യങ്ങളിലെ തടസ്സങ്ങളൊക്കെ വിട്ടുമാറും. വിവാഹാദി പ്രണയ ജീവിതത്തിലും വളരെയധികം അനുകൂലമാണ്. ഇതൊരു നിസാര കാര്യമല്ല. ഈ ശനിദോഷത്തിൽ കുറവ് വരിക എന്നുള്ളത് വളരെ അത്ഭുതമായിട്ടുള്ള കാര്യമാണ്. അത് വളരെ ഒരു ഈശ്വരാധീനം കൊണ്ട് ഏതാണ്ട് 12 വർഷത്തിലധികമൊക്കെ ആയിട്ടാണ് ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കന്നിക്കൂറുകാരുടെ ജീവിതത്തിൽ ആധ്യാത്മിക വിഷയങ്ങളിൽ ഏർപ്പെടുക, തീർത്ഥാടനങ്ങൾക്കുള്ള യോഗം, അതോടൊപ്പം തന്നെ പൂർവികമായ സ്വത്തുവകകൾ കിട്ടുന്നതിനും അതോടൊപ്പം തന്നെ സുഹൃതങ്ങൾ വർദ്ധിക്കുന്നതിനുമുള്ള ഒരു കാലഘട്ടമായിട്ട് മനസ്സിലാക്കുക. ശനിക്ഷേത്ര ദർശനം ചെയ്യുന്നത് വളരെയധികം നല്ലതാണ്. ശാസ്താക്ഷേത്ര ദർശനം, അതോടൊപ്പം തന്നെ രോഗങ്ങൾ വിട്ടുമാറാൻ ശിവക്ഷേത്ര ദർശനവും ധാരയും വളരെയധികം നല്ലതാണ് കന്നിക്കൂറുകാരെ സംബന്ധിച്ച്. പിന്നീട് ഈ ഒരു ദോഷം വളരെയധികം ജീവിതത്തിൽ വന്നു ചേരുന്ന ആൾക്കാരാണ് ധനുക്കൂറിൽ പെട്ടിട്ടുള്ള ആൾക്കാർ. 4ാം ഭാവത്തിൽ കണ്ടകശനി ദോഷം വളരെ ഗുരുതരമായി അവർക്ക് സംഭവിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ ജീവിതത്തിൽ വാഹനാദി വിഷയങ്ങളിലെ ക്ലേശങ്ങളും ഭൂമി സംബന്ധപ്പെട്ടിട്ടുള്ള ഇടപാടുകളിലെ ക്ലേശങ്ങളും മനോവിഷമങ്ങളും സാമ്പത്തിക ക്രയവിക്രയങ്ങൾ ഉദ്ദേശിച്ചതുപോലെ സാധിക്കാത്തതുമായ ക്ലേശങ്ങൾ ധാരാളം കണ്ടുവരുന്നവരാണ് ഈ ഒരു ധനുക്കൂറുകാരെ സംബന്ധിച്ച്. അത്തരത്തിലുള്ള ധനുക്കൂറുകാർക്ക് വളരെയധികം മാറ്റങ്ങളാണ് ഈ ഒരു കാലഘട്ടത്തിൽ വരാൻ വേണ്ടി പോകുന്നത്. അവരുടെ 4ാം ഇടത്തേക്ക് വ്യാഴത്തിന്റെ പൂർണ്ണ അനുകൂല സ്ഥിതി ഉള്ളത് കൊണ്ട് തന്നെ ധനുക്കൂറുകാരുടെ 2ാം ഭാവമായ മകരൻ രാശിയിലേക്കും ആ വ്യാഴത്തിന്റെ ദൃഷ്ടി വരുന്നു എന്നുള്ളത് വളരെ പ്രത്യേകതയാണ്. അതുകൊണ്ട് തന്നെ ഈ ശനിദോഷം അനുഭവിക്കുന്ന ഏറ്റവും കൂടുതൽ ക്ലേശക്കാരാണ് ധനുക്കൂറുകാര്. അവരെ സംബന്ധിച്ച് അഷ്ടമത്തിലും വ്യാഴം സഞ്ചരിക്കുക ഈ ഒരു കാലഘട്ടത്തിൽ വളരെയധികം അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കണ്ടു നോക്കാവുന്നതാണ്. അവരുടെ ജീവിതത്തിൽ സാമ്പത്തികമായി വൻപിച്ച ആദായം വർദ്ധിക്കും. അതോടൊപ്പം അപ്രതീക്ഷിതമായ ധനലാഭം അവർക്ക് ഉണ്ടാവും. സഹോദരന്മാരിൽ നിന്നും സൗഹൃദങ്ങളിൽ നിന്നും സഹായങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു കാലഘട്ടവും കൂടിയാണ് ഈ ഒരു ധനുക്കൂറുകാരെ സംബന്ധിച്ച്. ദാമ്പത്യ ജീവിതത്തിലും പ്രണയ ജീവിതത്തിലും ഒക്കെ വളരെയധികം അനുകൂലമായിട്ട് ഞാൻ സാധിക്കുന്നതാണ് ഈ ഒരു കാലഘട്ടം. അത്രയും വ്യാഴത്തിന്റെ ഈ ഒരു ദൃഷ്ടിയുടെ അനുകൂലം കൊണ്ട് വിഷ്ണു ക്ഷേത്ര ദർശനം ചെയ്യുന്നതും ശിവക്ഷേത്ര ദർശനം ചെയ്യുന്നതും വളരെയധികം നല്ലതാണ് ഈ ധനുക്കൂറിൽ പെട്ടിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ച്. ഉത്രാടം, തിരുവോണം, അവിട്ടത്തിന്റെ ആദ്യപാദങ്ങൾ അടങ്ങുന്ന ആൾക്കാർക്ക് വളരെയധികം മാറ്റങ്ങളാണ് വരുന്നത്. പ്രത്യേകിച്ച് സാമ്പത്തികമായ പുരോഗതി അവർക്ക് ഉണ്ടാവും. ആ വ്യാഴത്തിന്റെ ദൃഷ്ടി ആ രാശിയിൽ വരുന്നു. അതോടുകൂടി 3ാം ഭാവത്തിലുള്ള ശനിയുടെ കാഠിന്യവും ഒന്ന് കുറയും. അതോടൊപ്പം തന്നെ സൗഹൃദ സഹോദര ബന്ധങ്ങൾ മെച്ചപ്പെടും. അതോടൊപ്പം തന്നെ പലരിൽ നിന്നുമായി അപ്രതീക്ഷിതമായ ധനഭാഗ്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവും. അതോടൊപ്പം സാമ്പത്തികമായി ക്ലേശങ്ങൾ അനുഭവിക്കുന്ന ഒരു 2 വർഷത്തോളമായി ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് നല്ലൊരു മാറ്റമാണ് വരാൻ വേണ്ടി പോകുന്നത്. ഏതാണ്ട് ഈ വ്യാഴത്തിന്റെ ദൃഷ്ടി വന്നിട്ട് ഇതാ ഒരു മാസം പിന്നിട്ട് കഴിയുമ്പോൾ ഒരു അനുകൂല സ്ഥിതിയൊക്കെ നിങ്ങൾക്ക് തോന്നുന്നതായിരിക്കാം. കാരണം വ്യാഴം എന്നുള്ളതും ശനി എന്നുള്ളതും വളരെ സാവധാനം സഞ്ചരിക്കുന്ന ഗ്രഹങ്ങളാണ്. അങ്ങനെ മാറിയതോടുകൂടി അവരുടെ ഫലങ്ങൾ മറ്റുള്ള ഗ്രഹങ്ങളെ പോലെ വരില്ല. ഗ്രഹങ്ങൾ സഞ്ചരിക്കുമ്പോൾ ഒക്കെയും സാവധാനത്തിലാണ് സഞ്ചരിക്കുക. അത്തരത്തിൽ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ ഫലം നമുക്ക് കണ്ടുകിട്ടാൻ സാധിക്കുക. അത്തരത്തിൽ മകരക്കൂറുകാർക്ക് വളരെയധികം നല്ലതാണ്. പിന്നീട് ഈ ഒരു ജീവിതത്തിൽ ഈശ്വരാധീനി 2ാം ഭാവത്തിലുള്ള ശനിദോഷം കൊണ്ട് അനുഭവിക്കുന്ന അവിട്ടം, ചതയം, പൂരുട്ടാതി നക്ഷത്രങ്ങൾ അടങ്ങുന്ന കുംഭക്കൂറുകാരെ സംബന്ധിച്ച് വളരെയധികം മഹാഭാഗ്യങ്ങൾ, പ്രത്യേകിച്ച് സാമ്പത്തിക ക്ലേശങ്ങൾ അവരിൽ നിന്ന് വിട്ടുമാറും. അതോടൊപ്പം ദാമ്പത്യ ക്ലേശങ്ങൾ വിട്ടുമാറും. കുടുംബജീവിതം സ്വസ്ഥിരമായി പോകും എന്നുള്ള അപൂർവ ഫലങ്ങളാണ് ഈ കുംഭക്കൂറുകാരെ സംബന്ധിച്ച്. മഹാഭാഗ്യം എന്ന് പറഞ്ഞാൽ പോരാ, 6ാം ഭാവത്തിലുള്ള ആ ഒരു വ്യാഴം മാറിയതോടുകൂടി അവർക്ക് ക്ലേശങ്ങൾ ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ അതേ സമയത്ത് ഈ ശനിയെ കൊണ്ട് അവർക്ക് ലാഭങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. കുംഭക്കൂറുകാരെ സംബന്ധിച്ച് സാമ്പത്തികമായ പുരോഗതിയാണ് നിങ്ങൾക്ക്
നല്ലതുപോലെ വർദ്ധിക്കാൻ തുടങ്ങുന്നത്. മധ്യവയസ്സിന് മുകളിലുള്ളവർക്ക് ഈ ഒരു ശനിയും വ്യാഴത്തിൻ്റെയും ഈ ഒരു ചേർച്ച കൊണ്ട്, ആ ശനി ഏതാണ്ട് ഉച്ചസ്ഥിതനായിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ രോഗങ്ങളും മറ്റും വിട്ടുമാറുന്നതും കുടുംബ സംബന്ധപ്പെട്ടിട്ടുള്ള ക്ലേശങ്ങളൊക്കെ വിട്ടുമാറുന്നതിനുള്ള യോഗങ്ങളാണ്. വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂലപ്പെട്ടിട്ടുള്ള കാലമാണ്. വിദേശ യാത്രകൾക്ക് അനുകൂലമാണ്. രോഗങ്ങളാണ് ഈ ഒരു കുംഭക്കൂറുകാർക്ക്. അതോടൊപ്പം അകാരണമായുള്ള ശത്രുതകൾ വിട്ടുമാറും. നിങ്ങളിൽ നിന്നൊക്കെ ഉള്ളവർക്ക് അകാരണമായുള്ള ക്ലേശങ്ങൾ വിട്ടുമാറുന്ന ഒരു കാരണമാണ്. ബന്ധുമിത്രാദികൾക്കും കുടുംബാംഗങ്ങൾക്കും വളരെ സന്തോഷമുണ്ടാവുന്ന ഒരു കാലഘട്ടമാണ്. നിങ്ങളുമായി ചേർന്ന് പോകുന്ന ഒരു കാലഘട്ടം ഒക്കെ ആയിട്ട് മനസ്സിലാക്കാം കുംഭക്കൂറുകാർക്ക്. പിന്നീട് അത് കഴിഞ്ഞാൽ പൂരുട്ടാതി, ഉത്രട്ടാതി, രേവതി നക്ഷത്രങ്ങൾ അടങ്ങുന്ന മീനക്കൂറുകാരെ സംബന്ധിച്ചിട്ടാണ്. മീനക്ഷേത്രത്തിലുള്ള ശനി ഏതാണ്ട് ഉച്ചരാശിയിൽ സ്ഥിതി ചെയ്യുന്ന അല്ലെങ്കിൽ ഉച്ച ഫലത്തെ തന്നെയാണ്, പൂർണ്ണ ഉച്ചസ്ഥിതനായിട്ടുള്ള ഫലത്തെ തന്നെയാണ് വ്യാഴത്തിന്റെ ഈ ഉച്ചസ്ഥിതനായ ദൃഷ്ടി വരുമ്പോഴുണ്ടാവുക. അതുകൊണ്ട് തന്നെ മീനക്കൂറുകാരെ സംബന്ധിച്ച് ജന്മശനി ദോഷം തീർത്തും മാറുകയാണ്. അവരെ സംബന്ധിച്ച് ആ ദോഷത്തിൽ നിന്നും അനുഭവിച്ചിരുന്ന ദാമ്പത്യ ക്ലേശങ്ങളും സാമ്പത്തിക വിഷമങ്ങളും കർമ്മ സംബന്ധപ്പെട്ടിട്ടുള്ള അനവധി ക്ലേശങ്ങളാണ് അനവധി ആൾക്കാർക്ക് കാണാൻ സാധിക്കുക. അതൊക്കെ വിട്ടുമാറുന്ന ഒരു കാലഘട്ടമായിട്ട് മീനക്കൂറുകാർക്ക് മനസ്സിലാക്കാം. വാഹനാദി ലഭ്യതയുള്ള കാലഘട്ടമാണ്. അതോടൊപ്പം തന്നെ വിദേശ യാത്രകൾക്കും വിദ്യാർത്ഥികളെ സംബന്ധിച്ച് കർമ്മ മേഖലയിൽ ഒന്ന് ഉയരാൻ വേണ്ടിയിട്ടും, ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ചും വിദ്യാർത്ഥികൾക്കും പഠനം കഴിഞ്ഞ് ജോലിയിലേക്ക് പോകുന്നവർക്കൊക്കെ അനവധി ആൾക്കാർക്ക് തൊഴിൽ മേഖലയിൽ അഭിവൃദ്ധി ഉണ്ടാവും. മീനക്കൂറിൽപ്പെട്ട പൂരുട്ടാതി, ഉത്രട്ടാതി, രേവതി ലക്ഷത്തിലധികം ആൾക്കാരുണ്ടാവും. അവരിൽ പെട്ടിട്ട് അനവധി ആൾക്കാർക്ക് ജോലി കരസ്ഥമാകുന്ന ഒരു കാലഘട്ടമാണ്. അതോടൊപ്പം തന്നെ കർമ്മ മേഖലയിൽ സ്വന്തമായി ബിസിനസ്സും മറ്റും ആരംഭിക്കാനുള്ള ഒരു ഉത്സാഹം ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ഉണ്ടാവും. അത്തരത്തിലൊക്കെ ചേർത്ത് വെക്കാൻ ശനിക്ഷേത്ര ദർശനം ചെയ്യുക, വിഷ്ണു സഹസ്രനാമം ജപിക്കുക. പ്രത്യേകിച്ച് ഇന്ന് 30 ശനിയാഴ്ചയാണ്. ഈ ഒരു ദിവസം ശിവക്ഷേത്രത്തിൽ ദർശനം ചെയ്യുന്നതും അതോടൊപ്പം തന്നെ ശനിക്ഷേത്ര ദർശനവും ഓം ശനീശ്വരായ നമ എന്നുള്ളതും നമശിവായ എന്നുള്ള മന്ത്രത്തെയും നിരന്തരം ജപിക്കുന്നത് ഈ മീനക്കൂറുകാർക്കും ഈ പറഞ്ഞ നക്ഷത്രങ്ങൾക്കൊക്കെ ശനിയുടെ കാഠിന്യം കുറഞ്ഞ് ആ വ്യാഴത്തിന്റെ ദൃഷ്ടിയുടെ അനുകൂല സ്ഥിതിയെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും. അതോടൊപ്പം പെരിയവന മന്ത്രശാലയിൽ നടത്തുന്ന കർക്കടക മാസത്തിലെ 16 ദിവസം വരെ നീണ്ടു നിൽക്കുന്നതായ അതിവിശേഷ ഗണപതി ഹോമവും ഭഗവത് സേവയും ഇന്നലെ മുതൽ ആരംഭിച്ചു. ഏതാണ്ട് 300ഓളം ആൾക്കാർ അതിൽ പേരുന്നാളും അർച്ചനയ്ക്കായിക്കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ വീഡിയോകളിൽ കമന്റ് ഇട്ട എല്ലാവരുടെ പേരിലും ഇന്നലെ അർച്ചന ചെയ്തിട്ടുണ്ട്. ഇന്നും അതിന് അനവധി ആൾക്കാർ കമന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാണുന്ന വീഡിയോയുടെ താഴെ നിങ്ങളുടെ പേരും നാളും കമന്റ് ചെയ്യുക. അവരുടെയൊക്കെ പേരിലൂടെ ഭഗവതി സേവയ്ക്ക് അർച്ചന നടത്തുന്നതാണ്. നേരിട്ട് ബുക്ക് ചെയ്യേണ്ട ആൾക്കാർക്ക് വാട്സപ്പ് നമ്പറിലും കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നന്ദി, നമസ്കാരം.